കുറച്ചുകൂടെ കറി തരട്ടെടാ സുമേ. വേണ്ടേ? നല്ല ടേസ്റ്റാ. കൊറേ കാലമായി നീ വായിക്ക് രുചിയോടെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിട്ട് സൂപ്പർ ആയിട്ടുണ്ട്. കളിയാക്കുന്നത് കാര്യമായിട്ട് പറഞ്ഞോ? എടാ ശരിക്കൂടാ, നല്ല ടേസ്റ്റാ. നീ ഇതിനകത്ത് കുത്തിത്തിരിപ്പൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടാ. നിങ്ങൾ എന്നെ പുഴത്തിയൊന്നും അല്ലാതെ എനിക്ക് മനസ്സിലായി. അയ്യോ തെറ്റിദ്ധരിക്കല്ലേ, ശരിക്കും ഒറിജിനലായിട്ട് പറഞ്ഞത് നല്ല ടേസ്റ്റ്. അങ്ങനെയാണ് നിങ്ങളൊന്ന് എഴുതിത്താ എനിക്ക് ഇവിടെ ഫ്രെയിം ചെയ്ത് വെക്കാമല്ലോ. എന്നെ കളിയാക്കിയതാണല്ലേ. വല്ലപ്പോഴല്ലേ ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലിമെന്റ്സ് കിട്ടുള്ളൂ. നന്നായിട്ടുണ്ടാക്കിയാൽ ഇനിയും നന്നായിട്ട് കേട്ടോ. കഴിക്ക് നീ അങ്ങോട്ട് കഴിച്ചേ. മതി മതി, എത്ര മതി? കഴിക്കടാ. കുറെ നാളായിരിക്കും ഡയറ്റ് എടുക്കുന്നു. ആ നീ വന്നോ, ഇരിക്കടാ. നിന്നെ പറ്റി ഇപ്പൊ ഞാൻ ആലോചിച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഭൂതം എത്തും അല്ലേ? ഭൂതം പ്ലീസ് ഒന്ന് മിണ്ടാടെ ഒന്ന്, അല്ലെങ്കിൽ ചെവിയിൽ ഇങ്ങനെ ചുമ്മാ സൗണ്ടും കേട്ട് ഞാൻ നിൽക്കുകയാണ്. പനി അടിച്ചാ? പനിയൊന്നും അല്ല മാമ, എനിക്ക് വേറെ എന്തോ എനിക്ക് വയ്യ, എനിക്ക് ഒട്ടും വയ്യൊക്കെ ഒരുമാതിരി ആവണം കംപ്ലീറ്റ്. ഈ മൃഗങ്ങളുടെ ഒരു ശബ്ദവും ഒരു വല്ലാത്ത ഒരു ഇത്. മൃഗങ്ങളുടെ ശബ്ദമോ? ഇവിടെ മൃഗങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ എനിക്ക് ഒരുമാതിരി പറഞ്ഞ എനിക്ക് അതാണ്. ഇവിടെ കേൾക്കണം, നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇവിടെ ഒരു പട്ടി വരെ കേൾക്കല്ലാണ്ട് ഇവിടെ എവിടെ ഇവിടെ ആയിട്ടാ നിനക്കായിട്ട് കൂടെ ഇല്ല. ഇല്ലടാ. പട്ടി കരയണം. ഈ മതിലിന്റെ ഇവിടെ പൂച്ച കരയണത് കേൾക്കാമോ? പിന്നെ അവിടെ പൂച്ചയൊന്നുമില്ല. പട്ടിയും പൂച്ചയൊന്നും ഇവിടെ ഇല്ല, ഒന്നും കരയുന്നില്ല. നിങ്ങൾക്ക് ആർക്ക് ചെവിയൊക്കെ ഈ പൂച്ച ഇവിടെ ആരും ഒന്നും കരയണോ കേൾക്കുന്നൊന്നുമില്ല. നിനക്കെന്ത്? എനിക്കെന്തോ കുഴപ്പമുണ്ടോ? കളിയെന്ന് പറയണ്ട, ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായി. ചെറുക്ക മിണ്ടായിരുന്നു, കഴിച്ചിട്ട് പോടാ. നിന്റെ കട്ടിലിന്റെ കിളി പോയി. ചുമ്മാ അപ്പൊ ഞാൻ ഇതുപോലെ എടുത്ത് അവന്റെ വായിക്കാത്ത വെച്ചോട്ടാണ് തവിയോടാ. നീ അവിടെ കഴിക്ക്. എനിക്ക് ഭയങ്കര സൗണ്ട്, എനിക്ക് വേണ്ട. എനിക്ക് പൂച്ചകളെ വിളിച്ച് എന്ത് ചല്ലിയത്. കുറച്ച് ഭക്ഷണം കഴിക്കടാ. എന്റെ ചോറ പൂച്ചയ്ക്ക് കൊടുത്താണ്. പൂച്ചയോ? എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ശരി, എന്റെ അച്ഛ എവിടുന്നോ ചെവിക്കൽ നല്ല അടി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് നല്ല വേദന എടുത്താണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. അവൻ നിന്നെ പോലെ തല്ലുള്ളി ഒന്നും അല്ല. ഞാൻ പറയാനുള്ള വന്നു, നിങ്ങൾക്ക് വേണോ ചോദിച്ചാൽ മതി. നീ പറയണ്ട. നിനക്ക് ചോറ് കിട്ടില്ല, കഴിച്ചോണ്ട് അവിടെ ഉണ്ടായിരുന്നോ? എനിക്ക് കൂടെ വെള്ളം. എനിക്ക് തോന്നുന്നതേ ചെറുക്കന് ട്രിപ്ലക്സ് ന്യൂമോണിയ. ട്രിപ്ലക്സ് ന്യൂമോണിയ ഡോക്ടർ അരണേഷ് പറഞ്ഞതാ. മതി 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 മതി. അയ്യോ നിങ്ങൾ രണ്ടുപേരും കൂടെ ബഹളം വയ്ക്കുക, ഒരാളെ സംസാരിക്കട്ടെ. എനിക്ക് തലവേദന എടുക്കണം. ഓയുണ്ട്. ഈ പറ്റിയത് പറ്റി. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയല്ലേ? എന്തോ നിലപ്പ് നോക്കണമായിരുന്നു. ഞാൻ പറഞ്ഞ അവിടെ പോയി നിൽക്കേ രാത്രി. ഓടിക്കളഞ്ഞോ? ആര് 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 ആരാ? എന്തോ നിങ്ങൾ സംസാരിച്ച ആരോട്? ആരുമില്ല. ആരോ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടു. ആരോ ഉണ്ടായിരുന്നു, ഞാൻ കേട്ടൂന്ന്. മനുഷ്യൻ നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? നീ വിശ്വസിക്കാൻ പോണില്ല. സാരമില്ല, ഞാൻ വിശ്വസിക്കൊന്നും നോക്കാല. പറ. നീ എന്നല്ല ആരും വിശ്വസിക്കൂല. സാരമില്ല, ഞാൻ വിശ്വസിക്കാന്ന് പറഞ്ഞില്ലേ. ആരാ ഇവിടെ വന്നതെന്ന്? രണ്ടാത്മാക്കള്. ആത്മാവാന്ന് മനസ്സിലായി. ഏത് ശരീരത്തിലായിരുന്നു? ഏത് ചുരിദാറായിട്ടിരുന്നേ? പറശി ബേട്ടാ. ഞാൻ ഉള്ള സത്യമാണ് പറഞ്ഞത്. നീ വിചാരിക്കണ ആൾക്കാർ ആത്മാവൊന്നുമല്ല, പിന്നെ രണ്ട് പൂച്ചകളുടെ ആത്മാവാണ്. പൂച്ചയുടെ ആത്മാവാ? ഒന്ന് ചുമ്മാ എന്നെ മണ്ടിയാക്കരുത് കേട്ടാ. സത്യം പറഞ്ഞ, ഞാൻ സത്യമാണ് പറഞ്ഞത്. നീ വിശ്വസിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഇത് പറയാത്തത്. ശരിക്കും സത്യം ചെയ്. എന്റെ പെണ്ണ, നീയാണ് സത്യം. രണ്ട് പൂച്ചകളുടെ ആത്മാവാണ്. പൂച്ചയുടെ ആത്മാവാ? ഓ, നിങ്ങളിപ്പോ പൂച്ചയോടൊക്കെ സംസാരിക്കാൻ തുടങ്ങിയോ? അതല്ല, ഇപ്പോഴും കുറച്ചു നേരം ആയത്. ഇത് എനിക്ക് എന്ത് ചെയ്യണമെന്നുണ്ടോ? കുറെ ആത്മാക്കൾ, കിളികളുടെ, പൂച്ചയുടെ, പട്ടിയുടെ ഒക്കെ ആത്മാവെന്നങ്ങ് സംസാരിക്കണം. ചെവി തോരാതങ്ങ്. ഇപ്പൊ തന്നെ ക്രിസ്മസിന് വണ്ടി അടിച്ച് രണ്ട് പൂച്ചകളെ നിന്നുകൊണ്ട് വരാതെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ എന്തോ നീട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. വണ്ടി നമ്പർ പറഞ്ഞുകൂടാ. ഇത് കഴിഞ്ഞ ക്രിസ്മസിനെ റോഡിൽ ഓടി കളിച്ചോണ്ടിരിക്കുന്നു, തൊട്ട് കളിച്ചോണ്ടിരിക്കുന്നു. വണ്ടി ഇടിച്ച് രണ്ടും പോയി, സ്പോട്ടിൽ പോയി. എന്നെ വെറുതെ പറ്റിക്കല. എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. ഞാൻ പറ്റിക്കണല്ലേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. നിനക്ക് വിശ്വാസമാണല്ലോ. ഞാൻ തന്നെ ഇതൊരിക്കണം മൂങ്ങ കണ്ട അല്ലെ, നിനക്ക് കാണാൻ പറ്റില്ലെങ്കിൽ വാ. അവിടെ വെള്ളി മൂങ്ങയുടെ ആത്മാവെന്ന് സംസാരിക്കാൻ വേണ്ടി. ഇല്ല, ഞാൻ ഒന്ന് ജസ്റ്റ് എന്റെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തേ. എന്റെ ഉടനെ കഥ പറഞ്ഞ് തുടങ്ങണ്ട. ഇതെന്തൊരു കഷ്ടം എന്ന് പറയണത്. ഇനി കാക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് ആ മടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എടി, ഒരു എലിയെ തിന്ന് ചത്ത്. അതായത് എലി വശം നിന്നുകൊണ്ടാണെന്ന് കിറുങ്ങി കിടന്ന എലിയായിരുന്നു. അത് മടി ഉണ്ടായതാണ് ആ എലിയെ പോയി തിന്നണത്. അതുകൊണ്ടാണ് കൂടെ ചത്തുപോയത്.
അത് ഞാൻ എന്ത് വേണം? ജീവിച്ചിരിക്കണമെങ്കിൽ എത്ര രൂപ വിലയുള്ള മുതലാണെന്ന് അറിയാമോ? എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. വിഷമൊക്കെ നല്ല സ്ട്രോങ് ആയിരുന്നു, അതുകൊണ്ട് എലിയും ചത്ത് ആളും ചത്ത്. ഇനി പറഞ്ഞു വന്ന് ശരി എനി മിണ്ടാൻ കയ്യിൽ വന്നിരിക്കണ ഇതിന് അല്ല ഈ റൂമിലൊക്കെ കയറി കയ്യിൽ വന്നിരിക്കണ ഇത് ഓവറാണ്. ഞാൻ പറയാം ഇതിനെ ഇനി പതുക്കെ പറഞ്ഞാൽ എനിക്ക് കേൾക്കാം. ശരി ആ ഓക്കെ എനിക്ക് ഇതില്ലാത്ത ഞാൻ ചോദിക്കണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. എല്ലാരും അങ്ങനെ തന്നെ മനുഷ്യർക്കാണെങ്കിലും മരിച്ചോ പിന്നെ ചെന്ന് വീട്ടിൽ ചെന്ന് പറയാനൊന്നും പറ്റുന്നില്ല. എന്താ എന്തോന്നു ഇവിടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് സംഭവം? എന്താ സംഭവം എന്തോന്ന് വെച്ചാ മാമ ഈ ആത്മാക്കള് എടാ മരുമോനെ പോലീസാറേ കൂടുതൽ വിളച്ചിലൊന്നും എടുക്കണ്ട കേട്ടാ. ഇതൊക്കെ കഴിഞ്ഞാ ഞാൻ നിൽക്കുന്നത്. നീ എന്റെ കൊച്ചിന്റെ അടുത്ത് എന്തോ കളിക്കണമെന്ന് പറ, കാര്യം പറ. മാമ അതാണ് ഞാൻ പറഞ്ഞത്. കുറെ മൃഗങ്ങളുടെ ആത്മാവ് എന്റെ അടുത്ത് വന്ന് കണ്ടിന്യൂസ് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നീ ആരുടെ സംസാരിച്ചതപ്പം? ഒരു വെള്ളി മുങ്ങയെടുത്ത് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കണ. ഇവള് വന്നപ്പോഴത്തേക്ക് ഞാൻ വെള്ളി മുങ്ങയെടുത്തൊന്നുമല്ല സംസാരിച്ചു, 2 പൂച്ച വളർത്താണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വെള്ളി മുങ്ങയാ? ഞാൻ അറിയാതെ നോക്കി അപ്പോഴത്തേക്ക് എന്റെ അടുത്തൊന്ന് സംസാരിച്ചു. ഇപ്പൊ താണ്ട ഈ മരത്തിന്റെ കൊമ്പിലാണെങ്കിൽ കുറെ എണ്ണം നിരന്നിരിക്കുകയാണ്. എവിടെ? ഒരു കുരങ്ങ സഹിതം ഇരിപ്പുണ്ട്. അവിടെ എവിടെ നിന്നെല്ലാം വരണമെന്നറിയാമോ? എനിക്കറിഞ്ഞൂടാ, ഞാൻ കണ്ടില്ല. ഇതുകൊണ്ടാണ് ഞാൻ ആരും പറയാൻ വരാത്തത്. പ്ലീസ് വേളം വയ്ക്കരുത്. ഞാൻ കുറെ പ്രാവശ്യം ഞാൻ പറയാണ് പ്രശ്നമാണെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനീ? ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ പോ. രാകേഷ് ജോൺസിനെ വിളിക്കാം. ഒന്ന് പോയാ ഇത് പരിഹരിക്കണ്ടേ? ഇവിടെ മാറാം, ഞാൻ പോയി വിളിക്കട്ടെ. ആ കുരുവിയാണോ നീ കാണിച്ചത്? ആ രണ്ടാമത്തെ ജില്ലയിലല്ലേ ഇരിക്കുന്നേ? രണ്ടാമത്തെ ജില്ലയിൽ ഇരിക്കുന്ന കുരുവിയല്ല. അല്ല, രണ്ടാമത്തെ ജില്ലയിൽ ഇരിക്കുന്നത് ഗ്രേ കളർ പ്രാവടി. താഴെ ഇരിക്കുന്നതിന് കുരുവി. കുറെ നേരം കൊണ്ട് വന്നിരിക്കുന്നു. എന്ത് അതാ ഇഷ്ടമാണെങ്കിൽ ഉടനെ പറയണം. ഇപ്പൊ മനസ്സിലായല്ലോ, 1 സെക്കൻഡിൽ മിന്നൽ അടിക്കുമെന്ന്. നീ ആടുത്ത് പറയും. ആ കിളി താഴോട്ട് നോക്കിയാൽ നീ ചത്തിടക്കണം കാണായിരുന്നു. കിളി പറഞ്ഞപ്പം അപ്പം തിരിച്ച് പറഞ്ഞില്ല. അപ്പം മുട അടിച്ചോണ്ടെന്ന് അപ്പം മിന്നലടിച്ച് പോയി. ഇനി കിളികൾക്ക് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഇനി ഈ ഫോട്ടോ വെച്ച് കാണിച്ചു കൊടുത്ത് നോക്കിക്കൊണ്ടിരിക്കേ.